കേരളത്തിൽ ഒരു BJP ഭരണം, BJP മുഖ്യമന്ത്രി വരുന്ന ഏത് വർഷമായിരിക്കും? പാർട്ടിയുടെ മണ്ഡലങ്ങളെ സംബന്ധിച്ച് സർവേ നടത്തിയതിൽ ഒരാളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ പോലും BJPയുടെ വിന്നിങ് പൊട്ടൻഷ്യൽ 86 കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. കാരണം BJPയുടെ 15,000 വോട്ടില്ലാത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. ഈ 86,000 വോട്ട് 20,000 വോട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 2,000 പാർട്ടി പ്രവർത്തകർ മതി ഒരു നിയോജകമണ്ഡലത്തിൽ ജയിക്കാൻ, ധാരാളം. പാലായിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലായി മത്സരിക്കാൻ വന്നു. ഇവരെല്ലാം പറയുന്നത് 25,000 വോട്ടാണ് BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. BJPയുടെ ഇതിന് മുമ്പത്തെ ഇലക്ഷൻ 10,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്റ്റാറ്റിക്സ് ഒക്കെ വെച്ച് ഞാനെങ്ങനെ പാലായി ജയിക്കുന്നത്? പക്ഷേ ഇപ്പോൾ പാലായിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഷോൺ ജോർജ് ജയിക്കും. എന്തുകൊണ്ടാണ്? എത്ര BJPയെ സംബന്ധിച്ചിടത്ത് വോട്ടിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ ആ വോട്ടിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ അത്രയും പ്രവർത്തകരുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഇപ്പം ഈ 15,000 വോട്ട് കിട്ടിയ ഒരു സ്ഥലത്ത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജകമണ്ഡലം ഇപ്പം കൊടുങ്ങല്ലൂരിൽ കിട്ടിയത് 30,000 വോട്ടാണ്. 30,000 പ്രവർത്തകർ അത് തോക്കുന്ന് ഉറപ്പിച്ച് പോയി വോട്ട് ചെയ്യുന്ന. ഇപ്പം കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ 5,000 വോട്ട് കിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് അവർക്ക് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന അവർക്ക് മുഖങ്ങളുണ്ട്. പ്രശസ്തമായ മുൻ MLA മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ടിരിക്കുന്ന മുഖങ്ങളുണ്ട്. CPM-നുണ്ട്. BJPക്ക് കുറച്ച് മുഖങ്ങളുടെ ഷോർട്ടേജ് ഞങ്ങൾക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഇനി 5 വർഷത്തിനപ്പുറത്ത് ഇപ്പം ചിലപ്പോൾ 2029 ചിലപ്പോൾ 1 ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അല്ല എങ്കിൽ ഇനി 5 വർഷത്തിനപ്പുറത്ത് BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകും. ശരി, അങ്ങനെ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് ഞങ്ങൾക്ക് ഈ രണ്ടുപേരെയും കൂടെ കൂടാൻ പറ്റില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യം, വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയം.